നമസ്കാരം. ഒരു സിനിമയുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. പക്ഷെ ഒരു സിനിമ കണ്ടു, DC. എൻ്റെ അമ്മോ, ഒന്നും പറയാനില്ല കേട്ടോ. നമ്മൾ തമിഴ് സിനിമകൾ കാണുന്നത് കുറവാണ്. പക്ഷേ ചില സിനിമകൾ നമ്മൾ കാണും. പക്ഷേ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറിയ ഒരു സിനിമയായി മാറിയിരിക്കുന്നു DC എന്ന കാര്യത്തിൽ ഒറ്റ വാക്കിൽ പറയാം. കേരളത്തിൽ എല്ലാ തിയേറ്ററുകളിലും വലിയ പ്രതികരണമാണ് ലഭിക്കുന്നത്. കാണുന്നവരെല്ലാവരും വലിയ പ്രതികരണമാണ് ലഭിക്കുന്നത് ഈ സിനിമയ്ക്ക് എന്നതിൽ എടുത്തു പറയണം. പ്രേക്ഷകരെ ത്രില്ലടിപ്പിച്ചുകൊണ്ട് തിയേറ്ററുകൾ വൻ വിജയമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ചിത്രമാണ് ലോകേഷ് കനകരാജ് നായകനായ സിനിമ DC. നമുക്ക് ലോകേഷിനെ കുറിച്ച് നമുക്കറിയാം. എത്ര സിനിമകൾ സംവിധാനം ചെയ്ത വ്യക്തിയാണല്ലേ. അദ്ദേഹം സിനിമാ സംവിധാനത്തിൽ എത്രമാത്രം മികവ് കാഴ്ചവെച്ചിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടി DC എന്ന സിനിമയിൽ നായകനായി അദ്ദേഹം മിന്നിത്തിളങ്ങിയെന്നാണ് നമുക്ക് പറയാൻ. എപ്പോഴും നമ്മൾ ഓരോ തമിഴ് സിനിമ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഈ സിനിമകളൊക്കെ കേരളത്തിലേക്ക് എത്തിക്കുന്ന കുറേ ആളുകളുണ്ടല്ലേ, പല ഡിസ്ട്രിബ്യൂഷനിലേക്ക് എത്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ സിനിമ കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഗോപാലൻ ചേട്ടനാണ്. അദ്ദേഹം ഇത്തരം സിനിമകൾ, തമിഴ് സിനിമകൾ എത്തിക്കുന്നതും മലയാള സിനിമകൾ അദ്ദേഹം നിർമ്മിക്കുന്നതും മലയാള സിനിമയ്ക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അത് സഹായിക്കുന്നതും ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായതുകൊണ്ട് മാത്രമാണ്. പക്ഷേ സഹായിച്ചവർ തിരിച്ച് സഹായിക്കാതെയും സഹായിച്ചവർ തന്നെ പാരവയ്ക്കുന്ന നിലയിലേക്ക് അദ്ദേഹത്തിന് അനുഭവം ഉണ്ടായിട്ടും സിനിമയെ ഇഷ്ടപ്പെടുകയാണ് അദ്ദേഹം. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ സിനിമ, ഈ DC എന്ന സിനിമ ഇവിടെ കേരളത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുക. അങ്ങനെ മലയാള സിനിമയിൽ നമുക്കറിയാം, എമ്പുരാൻ എന്ന വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ എമ്പുരാനെ സഹായിച്ച ഒരു വ്യക്തി, വലിയ വാർത്തയായിരുന്നു കേട്ടോ. അദ്ദേഹമാണ് വലിയ കൈകൊടുത്ത് ആ സിനിമയെ കൊണ്ടുവന്നതെന്നൊക്കെ വലിയ വാർത്തയാണ്. അദ്ദേഹം സ്റ്റേജിൽ പറയുകയും അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും സ്റ്റേജിൽ പറയുകയും ചെയ്തൊക്കെ നമ്മൾ കേട്ടണം. അപ്പം പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം സിനിമയെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് മാത്രം അദ്ദേഹം ഒത്തിരി ജീവകാരുണ്യ പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇതും ചെയ്യുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. സിനിമയെ ഇഷ്ടപ്പെടുന്ന ഗോപാലൻ ചേട്ടനാണ്. അതൊന്നും പറയാതെ പോകാൻ പറ്റില്ല. അദ്ദേഹമാണ് ഈ സിനിമ നമ്മുടെ കേരളത്തിലേക്ക് എത്തിച്ചത്. സിനിമയിലേക്കൊന്ന് വരാം. ഈ സിനിമയിൽ നമുക്ക് വലിയ മെസ്സേജുകൾ തരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ സിനിമ കാണുകയും മെസ്സേജുകളുണ്ട്. നമുക്ക് ഒരു വില്ലൻ, ഒരു നായകൻ, വില്ലൻ തന്നെയാണ് നായകൻ. പക്ഷേ അതിൽ അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിൻ്റെ കുറേ വിഷയം കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ മനസ്സിൽ നമുക്ക് പറയാം, ഇങ്ങനെയുള്ളവരുണ്ടല്ലോ, ഇവരെ സഹായിക്കുന്നവരുണ്ടോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതാണ്. എന്തായാലും ചന്ദ്രയായി വാമിക ബഗി ഒരു താരമെന്ന നിലയിൽ വലിയ തിളക്കമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് കേട്ടോ. പാർവതിയായി സഞ്ജന കൃഷ്ണമൂർത്തിയും കിടലൻ പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. മേക്കിംഗ് കൊണ്ടും പെർഫോമൻസ് കൊണ്ടും അനുരന്തിൻ്റെ മ്യൂസിക്കും ഈ സിനിമയ്ക്ക് വലിയ മാറ്റമാണ് കേട്ടോ. നമുക്ക് ആ മ്യൂസിക്കിൻ്റെ പാറ്റേണൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷമാണ്. വൻ കളക്ഷനാണ് ഇപ്പോൾ ഈ സിനിമയ്ക്ക് കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ടും ടിക്കറ്റ് എടുക്കാം, DC കാണാം. എല്ലാ തിയേറ്ററിൽ നിങ്ങൾക്ക് DC കാണാൻ പറ്റും. ഈ DC എന്ന പേര് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സംശയമുണ്ട്, അത് രണ്ടുപേരുടെയും പേര് ചേർത്താണ് ഈ സിനിമയുടെ ഈ ക്യാരക്ടർ വേഷത്തിൻ്റെ പേര് ചേർത്താണ് DC എന്നിട്ടിരിക്കുന്നത്. പക്ഷേ അതിൽ മലയാളി നമ്മുടെ പ്രിയപ്പെട്ട വേടൻ്റെ ഒരു മ്യൂസിക്കുണ്ട്, ഒരു പാട്ടുണ്ട്. അത് തിയേറ്ററിൽ വലിയ കയ്യടിയാണ് കിട്ടുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ വലിയ കയ്യടി കിട്ടുന്നു. മലയാളി എന്ന് തന്നെ നമുക്ക് അവകാശപ്പെടുന്ന നരിവേട്ടയിൽ അഭിനയിച്ച മറ്റൊരു താരവുമുണ്ട്. നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണുക, ഉടൻ തന്നെ സിനിമ കാണേണ്ടതാണ്. സിനിമ അത്രയ്ക്ക് മാത്രം ഗംഭീര സിനിമയായതുകൊണ്ട് മാത്രമാണ് ഒരു തമിഴ് സിനിമയെക്കുറിച്ച് എനിക്കിങ്ങനെ പറയാൻ തോന്നിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നിലവിൽ ഈ സിനിമ കാണാൻ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കൂ. അടുത്തുള്ള തിയേറ്ററുകളിൽ സിനിമ ഹൗസ്ഫുള്ളായിട്ട് ഓടുന്നുണ്ട്. മറക്കണ്ട, സിനിമ DC.